Good morning to all. Today we discuss the topic modes of entry into international trade. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻ്റർനാഷണൽ ട്രേഡിൽ നമ്മൾക്ക് എങ്ങനെ പങ്കാളികളാകാം, അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും 4 പ്രോസസ്സിലൂടെയാണ് ഇൻ്റർനാഷണൽ ട്രേഡിൽ നമ്മൾക്ക് പങ്കാളികളാകാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ ഈ 4 രീതിയിലുള്ള പ്രോസസ്സുകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾക്ക് മാറാൻ കഴിയും. അതല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിലെ ഒന്നാമതാണ് എന്ത്? എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഞാനൊരു ഇൻ്റർനാഷണൽ ബിസിനസ്സാണ് നടത്തുന്നത്, അതല്ലെങ്കിൽ ഞാൻ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. രണ്ടാമതാണ് എന്ത്? കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഓർ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, BPO. നമ്മൾ മുൻപുള്ള ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് BPO, ഔട്ട്സോഴ്സിങ്. ഈ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? കോൺട്രാക്ട് മാനുഫാക്ചറിങ്. അതുപോലെ തന്നെ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്, ദെൻ ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ഈ 4 പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി ഈ ഓരോന്നും എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണ്, അതുപോലെ തന്നെ കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിൻ്റെ ഔട്ട്സോഴ്സിങ്ങിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തെല്ലാമാണ്, ലൈസൻസിങ്ങിൻ്റെയും ഫ്രാഞ്ചൈസിങ്ങിൻ്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും, ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, exporting and importing. When the goods are sold to a foreign country is called export. When the goods are purchased from foreign country is called import. ഈ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാവാൻ, അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് നമ്മൾക്ക് എങ്ങനെ പങ്കാളികളാകാം, അതിനുള്ള ഒന്നാമത്തെ മാർഗമാണ് എന്ത്? എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും, കയറ്റുമതിയും ഇറക്കുമതിയും. നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും സാധ്യമാകാൻ നമ്മൾക്ക് കഴിയും. ഈ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും എന്താണ്? ഇറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ ഓഫ് ഗെയിനിങ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് കടന്നു കയറാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് എന്ത്? എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ദെൻ ഇറ്റ് ഈസ് ലെസ് റിസ്കി ആസ് കമ്പയർഡ് ടു അതർ മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് കടക്കാനുള്ള, ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ പങ്കാളികളാവാനുള്ള മറ്റ് മാർഗങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗമാണ് എന്ത്? എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും. എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഭാഗമാകാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും എക്സ്പോർട്ടിങ്ങിനും ഇമ്പോർട്ടിങ്ങിനും ചില ലിമിറ്റേഷൻസും ഉണ്ട്. എന്തൊക്കെയാണത്? ഇറ്റ് ഇൻവോൾവ് അഡീഷണൽ പാക്കേജിങ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻഷുറൻസ് കോസ്റ്റ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോഴും ഇറക്കുമതി ചെയ്യുമ്പോഴും അതിൽ പാക്കേജിങ്ങിൻ്റെ ചാർജും ട്രാൻസ്പോർട്ടേഷൻ ചാർജും അതുപോലെ തന്നെ ഇൻഷുറൻസ് കോസ്റ്റും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ടിങ് ഈസ് നോട്ട് പോസിബിൾ ഇൻ കേസ് ഓഫ് ഫോറിൻ കൺട്രി റെസ്ട്രിക്റ്റ് ഇമ്പോർട്ട്. ചില വിദേശ രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? അവരുടെ ഇറക്കുമതി നിരോധിച്ചിട്ടുണ്ടാവും. ഇമ്പോർട്ടിങ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലും അത്തരം രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാനും നമ്മൾക്ക് കഴിയില്ല. ഈ 2 ചെറിയ തടസ്സങ്ങൾ മാത്രമാണ് എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഉള്ളത്. ബാക്കി എല്ലാം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് കടക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ്. ദെൻ ദി സെക്കൻഡ് പോയിൻറ്റ്, കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഓർ ഔട്ട്സോഴ്സിങ്. രണ്ടാമതായിട്ടുള്ള ഒരു മാർഗമാണ് എന്ത്? എക്സ്പോർട്ട് മാനുഫാക്ചറിങ്. കോൺട്രാക്ട് മാനുഫാക്ചറിങ്, വെൻ എ ഫേം എൻറ്റേഴ്സ് ഇൻ ടു കോൺട്രാക്ട് വിത്ത് one or few local manufacturers in foreign countries to get certain goods produced as per specification.
ഏതെങ്കിലും ഒരു വിദേശ കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായിട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ കമ്പനിയുമായിട്ട് ഒരു ഇന്ത്യൻ കമ്പനി കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? വിദേശ വിപണിയിൽ ചില ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന് ഇന്ത്യൻ കമ്പനി കോൺട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാം? കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ് എന്ന് പറയാം. അതിപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാഹനങ്ങളുടെ എൻജിൻസ്, അതുപോലെ തന്നെ ചില മെഡിസിൻസൊക്കെ ഞങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന് ഏതെങ്കിലും ഒരു വ്യക്തി കോൺട്രാക്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ റോഡ്, ബ്രിഡ്ജ്, ഹോസ്പിറ്റൽസ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമയത്ത് ഈ പല വിദേശ കമ്പനികളും ആ വർക്ക് എന്ത് ചെയ്യും? ആ പ്രോജക്റ്റ് കോൺട്രാക്റ്റ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വിദേശത്ത് നിന്ന് അവരെന്ത് ചെയ്യും? അവരുടെ ആ ജോലി വേറൊരു രാജ്യത്ത് നിന്നിട്ട് നടത്തി കൊടുക്കും. അതിനാണ് എന്ത് പറയുക? കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ്. അതല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ പോയിട്ട് ഓർഡർ എടുക്കുകയാണ്, ഇവിടുത്തെ 1,00,000 കാറുകൾക്ക് ആവശ്യമായിട്ടുള്ള എൻജിൻസ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് തരാം. അതിനാണ് എന്ത് പറയുക? ഔട്ട്സോഴ്സിങ്. അഥവാ അമേരിക്കൻ കമ്പനി അവരുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പുറത്ത് നിന്നുള്ള ഒരു സോഴ്സിനെ ആശ്രയിക്കുന്നതിനാണ് എന്ത് പറയുക? ഔട്ട്സോഴ്സിങ്, അതല്ലെങ്കിൽ കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഈ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും പോലെ തന്നെ കോൺട്രാക്റ്റ് മാനുഫാക്ചറിനും ഒരുപാട് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും ഉണ്ട്. ഈ കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് സെർട്ടൈൻ കോമ്പണൻസ്. ചില പ്രത്യേക കോമ്പണൻസ് മാത്രം, ചില പ്രത്യേക ഘടകങ്ങൾ മാത്രമാണ്. ഒരു പ്രോഡക്റ്റ് മുഴുവനായിട്ട് അവർ നിർമ്മിച്ച് നൽകുന്നില്ല. ആ ഒരു കമ്പനിക്ക് ആവശ്യമായ സ്പെയർ പാർട്സുകൾ, എൻജിൻ മാത്രം, അതല്ലെങ്കിൽ ബോഡി മാത്രം, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് മാത്രമാണ് കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ്ങിലൂടെ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ അസംബ്ലി ഓഫ് കോമ്പണൻസ് ഇൻറ്റു ഫൈനൽ പ്രോഡക്റ്റ്, അഥവാ ഈ പല പല പ്രോഡക്റ്റ്സ് കൂട്ടിച്ചേർത്തിട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റുന്നു. ദെൻ കംപ്ലീറ്റ് മാനുഫാക്ചർ ഓഫ് പ്രോഡക്റ്റ്, ഉൽപ്പന്നം പൂർണ്ണമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ചില പ്രോസസ്സുകളും. ഇതിനെയാണ് എന്ത് പറയുക? ഔട്ട്സോഴ്സിങ് എന്ന് പറയാം. ഈ ചില പാർട്സുകൾക്ക് വേണ്ടി മാത്രം മറ്റ് രാജ്യങ്ങളെ അതല്ലെങ്കിൽ മറ്റ് വ്യക്തികളെയോ ആശ്രയിക്കുക. ദെൻ ദി തേർഡ് പോയിൻറ്റ്, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. Licensing is a contractual arrangement in which one firm grants access to its patent. Licensing എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റോയൽറ്റി എന്ന പേരിലൊക്കെ ഒരു നിശ്ചിത സംഖ്യ നൽകിയിട്ട് ഒരു സ്ഥാപനം, ഒരു വിദേശ സ്ഥാപനത്തിന് അതിൻ്റെ ട്രേഡ് മാർക്കോ പേറ്റൻറ്റോ അതിൻ്റെ ടെക്നോളജിയോ ഉപയോഗിക്കാൻ നൽകുന്ന ആ ഒരു കോൺട്രാക്റ്റ്, ആ ഒരു കരാറിനാണ് എന്ത് പറയുക? ലൈസൻസിങ് എന്ന് പറയുന്നത്. ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റുകളുടെ എക്സ്പോർട്ടിങ്ങും പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞാൽ സർവീസസുകളുടെ എക്സ്പോർട്ടിങ്ങിനും അതിൻ്റെ പ്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫേം അതല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ടുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? പ്രോഡക്റ്റ്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനി, അമേരിക്കയിലുള്ള ഒരു കമ്പനി, ആ കമ്പനിയുടെ പേറ്റൻറ്റും ട്രേഡ് മാർക്കും അവരുപയോഗിക്കുന്ന ടെക്നോളജിയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ഇന്ത്യൻ കമ്പനി ഇന്ത്യക്കാർക്ക് നിർമ്മിക്കാനുള്ള അനുമതി നൽകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അതിനുള്ള ലൈസൻസ് നൽകുന്നതിനെയാണ് എന്ത് പറയുക? ലൈസൻസിങ് എന്ന് പറയാം. ലൈസൻസിങ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുക. പക്ഷേ ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞാൽ അത് സർവീസസുകളുടെ പ്രൊഡക്ഷനും കൂടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ലൈസൻസിങ് ഈസ് എ കോൺട്രാക്റ്റൽ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് വൺ ഫേം ഗ്രാൻഡ് ആക്സസ് ടു ഇറ്റ്സ് പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, സീക്രട്ട് ടെക്നോളജി ടു അതർ ഫേം. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു വിദേശ കമ്പനി അവരുടെ പേറ്റൻറ്റോ ട്രേഡ് മാർക്കോ ടെക്നോളജിയോ ഒക്കെ മറ്റൊരു കമ്പനിക്ക് അവർ കൊടുക്കുന്ന റോയൽറ്റിയുടെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈമാറ്റം ചെയ്യുന്നതിനാണ് ലൈസൻസിങ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ആരാണോ പെർമിഷൻ കൊടുക്കുന്നത്, the firm that grant permission is known as licensor. Then who receives the right to use technology is called licensing. ആരാണോ ഇവരുടെ ട്രേഡ് മാർക്കും പാറ്റൻറ്റും ഉപയോഗിക്കാൻ അനുമതി നൽകുന്നത് അവരെ ലൈസൻസർ എന്നും, ആരാണോ ആ ലൈസൻസ് സ്വീകരിച്ചത് അവരെ ലൈസൻസി എന്നും പറയും. ഇപ്പോൾ അമേരിക്കൻ കമ്പനി ഇന്ത്യക്കാർക്ക് അനുമതി നൽകുകയാണ്. അമേരിക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർ അമേരിക്കക്ക് പൈസ കൊടുത്തപ്പോൾ ഇന്ത്യക്കാർ കൊടുക്കുന്ന ഈ പൈസക്ക് റോയൽറ്റി എന്നാണ് പറയുക. അങ്ങനെ ഇന്ത്യക്കാർ കൊടുക്കുന്ന പണത്തിന് പകരമായിട്ട് അമേരിക്കൻ കമ്പനി എന്ത് ചെയ്യും, അവരുടെ ട്രേഡ് മാർക്കും പാറ്റൻറ്റും പുതിയ ടെക്നോളജിയും ഒക്കെ ഇന്ത്യക്കാർക്ക് കൈമാറ്റം ചെയ്യും. അപ്പോൾ അമേരിക്ക ആരാണ്? ലൈസൻസറാണ്. അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആ അധികാരങ്ങളെല്ലാം ഇന്ത്യ സ്വീകരിച്ചാൽ ഇന്ത്യ ആരായിട്ട് മാറും? ഇന്ത്യ ഒരു ലൈസൻസി ആയിട്ട് മാറും. ദെൻ നെക്സ്റ്റ് വേ ഓഫ് എൻ്റർ ഇൻറ്റു ഇൻ്റർനാഷണൽ ട്രേഡ് ഈസ് ജോയിൻറ്റ് വെഞ്ചർ. ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് എന്ത്? ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചർ മീൻസ് എസ്റ്റാബ്ലിഷിംഗ് എ ഫേം ദാറ്റ് ഈസ് ജോയിൻറ്റ്ലി ഓൺഡ് ബൈ 2 or more independent firms. ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ട് പാർട്ട്ണർഷിപ്പിലൂടെ അതല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ പോലെ ആരംഭിക്കുന്നതാണ് എന്ത്? ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ജോയിൻറ്റ് വെഞ്ചേഴ്സ് രണ്ടോ മൂന്നോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫേമുകൾ പാർട്ട്ണർഷിപ്പ് പോലെ തുടങ്ങുന്ന ഒരു സംരംഭമാണ് എന്ത്? ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ. ഈ ജോയിൻറ്റ് വെഞ്ചർ 3 രീതിയിൽ തുടങ്ങാൻ കഴിയും. അതല്ലെങ്കിൽ 3 മാർഗത്തിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആരംഭിക്കാനായിട്ട് കഴിയും. അതിൽ ഫസ്റ്റ് വണ്ണാണിത്, ഫോറിൻ ഇൻവെസ്റ്റർ ബൈയിങ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ എ ലോക്കൽ ഫേം. ഒരു വിദേശ കമ്പനിയിൽ നിന്ന് ഒരു പ്രാദേശിക കമ്പനി, ഒരു ഫോറിൻ കമ്പനിയിൽ നിന്ന് ഒരു ഡൊമസ്റ്റിക് കമ്പനി അവരുടെ ഷെയർ അല്ലെങ്കിൽ ആ ഒരു വിദേശ കമ്പനിയിൽ ആളുകൾ സ്വദേശ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നു. അഥവാ അമേരിക്കയിലുള്ള ഒരാൾ ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിക്ഷേപം നടത്തുകയാണ്. അപ്പോൾ അമേരിക്കയിലുള്ള ഒരാളും ഇന്ത്യയിലുള്ള ഒരാളും കൂടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ജോയിൻറ്റ് വെഞ്ചറായി. അതുപോലെ മറ്റൊരു രീതിയിലാണെങ്കിൽ എങ്ങനെയും തുടങ്ങാം, ലോക്കൽ ഫേം അക്വയറിംഗ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ആൻ എക്സിസ്റ്റിംഗ് ഫോറിൻ ഫേം. ഒരു വിദേശ കമ്പനിയിൽ നിന്ന് ഒരു ഡൊമസ്റ്റിക് കമ്പനി ഓഹരി സമ്പാദിക്കുന്ന രീതിയിലും ഇവർക്ക് തുടങ്ങാം. ഒന്നുകിൽ അമേരിക്കൻ കമ്പനിയുടെ ഓണർ അയാളുടെ ഇഷ്ടപ്രകാരം ഇന്ത്യൻ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്യാണ്. ആ ജോയിൻറ്റ് വെഞ്ചറാണ് ഇത്, വിദേശ നിക്ഷേപകർ നേരിട്ടിട്ട് ആ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തും. അതല്ലെങ്കിൽ എങ്ങനെയും നടത്താം, ഇന്ത്യൻ കമ്പനിയുടെ ഓണർക്ക് അമേരിക്കൻ കമ്പനിയുടെ ഓണറുടെ കയ്യിൽ നിന്ന് ഷെയർസ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും അവർക്ക് ജോയിൻറ്റ് വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ദെൻ ബോത്ത് ഫോറിൻ ആൻഡ് ലോക്കൽ എൻ്റർപ്രണേഴ്സ് ജോയിൻറ്റ്ലി ഫോമിങ് എ ന്യൂ എൻ്റർപ്രൈസസ്. അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, ഈ അമേരിക്കൻ കമ്പനിയുടെ ഓണറും ഇന്ത്യൻ കമ്പനിയുടെ ഓണറും കൂടി ചേർന്നിട്ട് പുതിയൊരു ഫേമിന് അതല്ലെങ്കിൽ പുതിയൊരു ജോയിൻറ്റ് വെഞ്ചറിന് രൂപം കൊടുത്തിട്ട് ആ രീതിയിലും അവർക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് തുടങ്ങാനായിട്ട് കഴിയും. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് നമ്മൾക്ക് പങ്കാളികളാവാൻ വേണ്ടിയിട്ട് 4 മാർഗ്ഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്, സെക്കൻഡ് വൺ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ്, തേർഡ് വൺ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്, ആൻഡ് ലാസ്റ്റ് വൺ ജോയിൻറ്റ് വെഞ്ചേഴ്സ്.